LDC പരീക്ഷകളിൽ പല ജില്ലകളിലും ആവർത്തിച്ചു വരുന്ന ഒന്നാണ് ട്രെയിൻ പ്രോബ്ലം. ഈ ചോദ്യം ഒന്ന് വായിക്കൂ. ഇത് വയനാട് ജില്ലയിൽ 2014 നടത്തിയ LDC പരീക്ഷയിലെ ഒരു ചോദ്യമാണ്. മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന 240 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയം എടുക്കുന്നു? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് വേഗം തന്നിട്ടുണ്ട്, നീളം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സമയമാണ്. അതായത് ഒരു ട്രെയിൻ ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ എടുക്കുന്ന സമയം. ഇതേ സെയിം പാറ്റേണിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിൻ ഒരു പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിംഗ് മാൻ അല്ലെങ്കിൽ ഒരു സിഗ്നൽ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ടെലിഫോൺ പോസ്റ്റ് ഇതൊക്കെ കടന്നു പോകാൻ എടുക്കുന്ന സമയം ആണ് ഇതേ പാറ്റേണിലുള്ള ചോദ്യങ്ങളിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമുക്ക് ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആയിരിക്കും തന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ട്രെയിൻ ആണ്. ഇപ്പൊ തന്നെ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ. ഈ നിൽക്കുന്ന ആളെ കടന്ന് ഈ ട്രെയിൻ പോകണമെങ്കിൽ എത്ര ദൂരം സഞ്ചരിക്കണം? ആ ട്രെയിനിന്റെ നീളമാണ് അവിടെ ദൂരം. ഇതേ സെയിം കേസ് തന്നെയാണ് ഒരു ട്രാഫിക് സിഗ്നലോ അല്ലെങ്കിൽ ഒരു പോൾ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഇതൊക്കെ കടന്നു പോകാൻ എടുക്കുന്ന സമയം ചോദിച്ചാലും ട്രെയിനിന്റെ ലെങ്ത് ആണ് അവിടെ ഡിസ്റ്റൻസ്. D = ലെങ്ത് ഓഫ് ട്രെയിൻ ആണ്. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ആദ്യത്തെ പോയിന്റ്. രണ്ടാമതായിട്ട് നമ്മുടെ ഇക്വേഷൻ ടൈം D/S. T D/S. D എന്നാൽ ഡിസ്റ്റൻസ് ആണ്, S എന്നാൽ സ്പീഡ് ആണ്, T എന്നാൽ ടൈം ആണ്. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസും സ്പീഡും അറിയാമെങ്കിൽ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഇതിൽ നിന്നും നമുക്ക് ടൈമും സ്പീഡും അറിയാമെങ്കിൽ ഡിസ്റ്റൻസ് കാണാം. അതുപോലെ തന്നെ ഡിസ്റ്റൻസും ടൈമും അറിയാമെങ്കിൽ സ്പീഡും കണ്ടുപിടിക്കാൻ പറ്റും. മറ്റൊരു പോയിന്റ് കൺവേർഷൻ ടെക്നിക്കാണ്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനും മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനും നമ്മൾ അറിഞ്ഞിരിക്കണം. A കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ A × 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. A മീറ്റർ പെർ സെക്കൻഡ് എന്നാൽ A × 18/5 കിലോമീറ്റർ പെർ അവർ ആണ്. ശ്രദ്ധിക്കുക, കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നതാണ് വലിയ യൂണിറ്റ്, മീറ്റർ പെർ സെക്കൻഡ് ചെറിയ യൂണിറ്റ് ആണ്. അപ്പോൾ വലുതിനെ നമ്മൾ ചെറുതാക്കി മാറ്റുമ്പോൾ 18ൽ 5 കൊണ്ട് ഗുണിക്കുന്നു, ചെറുതിനെ വലുതാക്കി മാറ്റുമ്പോൾ 5ൽ 18 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ അത് ഓർത്തിരിക്കുക. കിലോമീറ്റർ പെർ അവർ മീറ്റർ പെർ സെക്കൻഡ് കൺവേർഷൻ ആണത്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൺവേർഷൻ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതായിരുന്നല്ലോ നമ്മുടെ ചോദ്യം. ഒരു പോസ്റ്റ് കടന്നു പോകാൻ ഈ ട്രെയിൻ എടുക്കുന്ന സമയം. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് ട്രെയിനിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെയിനിന്റെ ലെങ്ത്തിന്റെ എത്രയാണോ അത്രയും ദൂരം മുന്നോട്ട് വരുമ്പോൾ ഈ പോസ്റ്റ് കടന്ന് ട്രെയിൻ മുന്നോട്ട് പോകുമല്ലോ. ഇവിടെ D = ട്രെയിനിന്റെ ലെങ്ത് ആണ്. ട്രെയിനിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 240 മീറ്റർ ആണ്. ഇനി മറ്റൊരു കാര്യം തന്നിരിക്കുന്നത് ട്രെയിനിന്റെ സ്പീഡാണ്. അത് 72 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, സ്പീഡ് തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ അവറിലാണ്, ലെങ്ത് നമുക്ക് തന്നിരിക്കുന്നത് മീറ്ററിലാണ്. അപ്പോഴാണ് നമുക്ക് കൺവേർഷൻ ടെക്നിക്ക് ആവശ്യമായി വരുന്നത്. ഇവിടെ നമ്മൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? വലുതിനെ ചെറുതാക്കി മാറ്റുന്നു. വലുതിനെ ചെറുതാക്കി മാറ്റുമ്പോൾ 18ൽ 5 കൊണ്ട് ഗുണിക്കുക, അല്ലെ? അപ്പോൾ 72 കിലോമീറ്റർ പെർ അവർ = 72 × 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ കാൽക്കുലേഷൻ ചെയ്യാമല്ലോ. 72 × 5 /18. 72 18 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 ആണ്. 4 × 5 20 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് സ്പീഡ് വരുന്നത്. അപ്പൊ നമുക്ക് സ്പീഡ് കിട്ടി, ഡിസ്റ്റൻസ് നമുക്ക് അറിയാം. നമുക്ക് ട്രെയിൻ കടന്നു പോകാൻ എടുക്കുന്ന സമയം കാണാമല്ലോ. T = D/S ആണ്. അതായത് 240 / 20 എന്ന് പറഞ്ഞാൽ 12 സെക്കൻഡ് ആണ്.
അപ്പോൾ നമ്മുടെ ട്രെയിൻ ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകണമെങ്കിൽ 12 സെക്കൻഡ് സമയം എടുക്കും.